ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3 4th ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 4th ക്വസ്റ്റ്യനിൽ 3rd സബ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ടാൻ തീറ്റ ബൈ 1 മൈനസ് കോട്ട് തീറ്റ പ്ലസ് കോട്ട് തീറ്റ ബൈ 1 മൈനസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സീക് തീറ്റ കൊസീക് തീറ്റ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് സീക് തീറ്റ കൊസീക് തീറ്റ ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയുടെ വാല്യൂ, ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതുപോലെ തന്നെ കോട്ട് തീറ്റ, കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട് തീറ്റ. ടാൻ തീറ്റ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെങ്കിൽ കോട്ട് തീറ്റ എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ആണ് കോട്ട് തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ടാൻ തീറ്റയ്ക്കും കോട്ട് തീറ്റയ്ക്കും ഈ പറയുന്ന വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടാൻ തീറ്റ ഇവിടെ ഉണ്ട്, അവിടെ എന്ത് എഴുതണം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. അപ്പൊ ടാൻ തീറ്റയുടെ അവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എഴുതി. ഇനി അടുത്ത് എന്തുണ്ട്? ഡിവൈഡ് 1 മൈനസ് കോട്ട് തീറ്റ. കോട്ട് തീറ്റയുടെ വാല്യൂ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഓക്കെ, നെക്സ്റ്റ് എന്തുണ്ട്? പ്ലസ് സിമ്പൽ ഉണ്ട്, അത് കൊടുത്തു. നെക്സ്റ്റ് കോട്ട് തീറ്റ. കോട്ട് തീറ്റയുടെ വാല്യൂ എന്താണ്? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഓക്കെ, കോട്ട് തീറ്റയ്ക്ക് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കൊടുത്തു. ഇനി എന്തുണ്ട്? ഡിവൈഡ് ഉണ്ട്, ഡിവൈഡ് കൊടുത്തു. നെക്സ്റ്റ് 1 മൈനസ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. നമ്മൾ ടാൻ തീറ്റയ്ക്കും കോട്ട് തീറ്റയ്ക്കും അതിന്റെ വാല്യൂകൾ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഇതിന് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ? അപ്പൊ ആദ്യം എന്ത് എഴുതണം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഈ സിമ്പിളിന്റെ മീനിങ് എന്താണ്? ഡിവിഷൻ അല്ലേ? ഇങ്ങനെ കൊടുക്കുന്നത് എന്താണ്? ഡിവിഷൻ. അപ്പൊ ഞാൻ ഡിവിഷൻ സിമ്പിൾ ഇട്ടു. ഇതിന് പകരം ഞാൻ ഇവിടെ ഡിവിഷൻ ഇട്ടു. നെക്സ്റ്റ് ഇത് എടുക്കണം. ഇവിടെ എന്താണ്? ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്, വിച്ച് ഈസ് നമ്പർ. അപ്പൊ ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് മൈനസ് ചെയ്യണം, സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പൊ സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ഡിനോമിനേറ്ററും സെയിം ആവണം അല്ലെ? അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? ഈ സൈൻ തീറ്റ കൊണ്ട് ഈ നമ്പറിനെ ഇൻറ്റു ചെയ്താൽ മതി. അതായത് a മൈനസ് ബി ബൈ സി ആണെങ്കിൽ സി കൊണ്ട് a ഇൻറ്റു ചെയ്താൽ മതി. അതായത് a ഇൻറ്റു സി മൈനസ് ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാം. അതായത് ഈ സി കൊണ്ട് a ഇൻറ്റു ചെയ്ത ശേഷം മൈനസ് ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ഡിനോമിനേറ്റർ എയുടെ ഡിനോമിനേറ്റർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ കൊണ്ട് എ ഇൻറ്റു ചെയ്താൽ മതി. അതുപോലെ ഈ ഡിനോമിനേറ്റർ കൊണ്ട് നമുക്ക് ഈ 1നെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. 1നെ ഞാൻ സൈൻ തീറ്റ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1 ഇൻറ്റു സൈൻ തീറ്റ. പിന്നെ എന്തുണ്ട്? മൈനസ് കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ഇടാൻ പറ്റും. എന്തുകൊണ്ട്? ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്തത് കൊണ്ട്. ഇനി എന്ത് ചെയ്യാം? മൊത്തം ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സെക്ഷൻ ആണ് ഇതാ എഴുതിയിരിക്കുന്നത്. ഇതിന് ഞാൻ എന്ത് കൊടുത്തു? ഡിവൈഡഡ് സിമ്പിൾ കൊടുത്തു. ഈ ഒരു സെക്ഷനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ ഈ ഒരു ഏരിയ ഇത്രയും ഇങ്ങനെ ആക്കി. ഇനി അടുത്ത് എന്തുണ്ട്? പ്ലസ് ഉണ്ട്, പ്ലസ് ഇട്ടു. നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ എഴുതുന്നു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇവിടെ എന്തുണ്ട്? ഡിവിഷൻ ഉണ്ട്. അപ്പൊ ആ ഡിവിഷന്റെ സിമ്പൽ ഞാൻ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ നമ്പറും ഒരു ഫ്രാക്ഷനും ഉണ്ട്. അപ്പൊ ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഈ നമ്പറിനെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 1 ഇൻറ്റു കോസ് തീറ്റ. ഡിനോമിനേറ്റർ കോസ് തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. ഈ 1നെ ഇൻറ്റു ചെയ്തു മൈനസ് സൈൻ തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹോൾ ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ കൊടുക്കാൻ സാധിക്കും, കോസ് തീറ്റ. ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ന്യൂമറേറ്ററിനെ ഇൻറ്റു ചെയ്തതുകൊണ്ട് മൊത്തത്തിൽ ഡിനോമിനേറ്റർ കോസ് തീറ്റ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് സെക്ഷന് ഇങ്ങനെ ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്താം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതെന്താണ്? ഇതൊരു ഫ്രാക്ഷൻ
ഇതും ഒരു ഫ്രാക്ഷൻ. അപ്പൊ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ ഡിവിഷൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എ ബൈ ബി ഡിവൈഡ് സി ബൈ ഡി എന്നാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഫ്രാക്ഷൻ എഴുതിയിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, ഡി ബൈ സി. റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായി മാറും. ഈ ന്യൂമറേറ്റർ താഴെ പോകും, ഡിനോമിനേറ്റർ ആയി മാറും. എന്നിട്ട് ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. എന്നിട്ട് ഇത് തമ്മിൽ ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പൊ അതുപോലെ ഈ ഫ്രാക്ഷനെ അങ്ങനെ എഴുതുക. ഈ സിമ്പൽ എന്താവും? ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. പിന്നെ ഇതിന്റെ എന്ത് എടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം. ഈ ഡിനോമിനേറ്റർ മുകളിൽ വരും, ന്യൂമറേറ്റർ താഴെ പോകും. ഇപ്പൊ ഡിനോമിനേറ്റർ സൈൻ തീറ്റ മുകളിൽ വരും, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ആവുന്ന ഇത് വന്നിട്ട് താഴെ വരും. അപ്പൊ 1 ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ. 1 കൊണ്ട് ഏത് നമ്പറിനെ ഇൻറ്റു ചെയ്താലും, എന്തിനെ ഇൻറ്റു ചെയ്താലും അതിന്റെ ആൻസർ എന്താണ്? അത് തന്നെയാണ്. അപ്പൊ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി. ഇനി എന്തുണ്ട്? പ്ലസ് ഉണ്ട്. നെക്സ്റ്റ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇവിടെയും എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. കാരണം ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ദിസ് ഫ്രാക്ഷൻ ഇൻറ്റു ദിസ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ കോസ് തീറ്റ ന്യൂമറേറ്റർ ആയി മാറും, ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറും. 1 ഇൻറ്റു കോസ് തീറ്റ എത്രയാണ്? കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ന്യൂമറേറ്ററുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യാം. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ. എ ഇൻറ്റു എ സ്ക്വയർ. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇത് മുകളിലുള്ളത് നമ്മൾ ഇൻറ്റു ചെയ്തു. നെക്സ്റ്റ് ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ഇൻറ്റു ചെയ്യാം? അപ്പൊ എങ്ങനെ ഇൻറ്റു ചെയ്യാം? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്ത ഫോമാണ്. ഇനി എന്തുകൊണ്ട്? പ്ലസ് ഇതും എന്താണ്? ന്യൂമറേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. അപ്പൊ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ വന്നിട്ട് എന്താവും? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇതിന്റെ ബാലൻസ് ഞാൻ മോഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ? ഡിനോമിനേറ്റർ വന്നിട്ട് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റാം. ഇവിടെ ആദ്യം ആരാണ്? സൈൻ തീറ്റ, പിന്നെ മൈനസ് കോസ് തീറ്റ. ഇവിടെ ആണെങ്കിലോ കോസ് തീറ്റ ആണുള്ളത്. അപ്പൊ ഈ സൈൻ തീറ്റ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, കോസ് തീറ്റ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഇത് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം സൈൻ തീറ്റ ആണ്. അപ്പൊ ഇവിടുത്തെ സൈൻ തീറ്റ ഇങ്ങോട്ട് വരും. അപ്പം മൈനസ് സൈൻ തീറ്റ, ഫസ്റ്റ് സൈൻ തീറ്റ എഴുതുന്നു, ഈ മൈനസ് സൈൻ തീറ്റ ആദ്യം എഴുതുന്നു, രണ്ടാമത് ഈ കോസ് തീറ്റ. കോസ് തീറ്റയുടെ ഫ്രണ്ടിൽ എന്താണ്? പ്ലസ് ആണ് അല്ലേ? ഇതിന്റെ ഫ്രണ്ടില് മുന്നിൽ എന്താണുള്ളത്? മൈനസ് ആണെങ്കിൽ ഇതിന് മുന്നിൽ പ്ലസ് ആണ്. അപ്പൊ ഇത് പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടും സെയിം ആയോ? ഇല്ല. ഇവിടെ വെറും സൈൻ തീറ്റ ആണ്, ഇവിടെ മൈനസ് സൈൻ തീറ്റ ആണ്. ഇത് മൈനസ് കോസ് തീറ്റ ആണ്, ഇവിടെ ആണെങ്കിലും പ്ലസ് കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റണം. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ സൈൻ തീറ്റയേ ഉള്ളൂ, ഇവിടെ ആണെങ്കിൽ മൈനസ് സൈൻ തീറ്റ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ മൈനസിനെ പുറത്തെടുത്താൽ, ഈ മൈനസ് ഇവിടെ നിന്ന് പോയാൽ ഇത് സൈൻ തീറ്റ ഇതുപോലെ സൈൻ തീറ്റ ആയി മാറും. അപ്പൊ ഞാൻ ഈ സൈൻ തീറ്റയിലുള്ള മൈനസിനെ പുറത്തെടുക്കുകയാണ്. അപ്പൊ ഇൻറ്റു മൈനസ് പുറത്തെടുത്തു, ഇതിലുള്ള മൈനസിനെ ഞാൻ പുറത്തെടുത്തു. അപ്പൊ ഇതിന് മൈനസ് ഉണ്ടോ? ഇല്ല, ഇവിടെ വെറും സൈൻ തീറ്റ.
ഇനി തിരിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ മൈനസ് കൊണ്ട് ഈ സൈൻ തീറ്റ ഇൻറ്റു ചെയ്താൽ മൈനസ് സൈൻ തീറ്റ ആവും. അപ്പൊ പുറത്തെടുത്തു കഴിഞ്ഞാലും തിരിച്ച് അകത്താക്കുമ്പോൾ തിരിച്ച് മൈനസ് സൈൻ തീറ്റ ആയിട്ട് തന്നെ മാറും. അതായി. ഇനി അടുത്ത ഇവിടെ നിന്ന് ഒരു മൈനസ്, അതായത് മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് അപ്പൊ ഇവിടെ എന്തുണ്ട്, രണ്ട് മൈനസ് ഉണ്ടെന്നാണ് അർത്ഥം. രണ്ട് മൈനസുകൾ ചേരുമ്പോഴാണ് ഒരു പ്ലസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഒരു മൈനസ്, ഇവിടെ നിന്ന് ഞാൻ മൈനസിനെ വെളിയിൽ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു മൈനസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്, ഒരു മൈനസ് ആണുള്ളത്. ഒരു മൈനസ് പുറത്തു പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു മൈനസ് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈ പ്ലസ്സിൽ എന്തുണ്ട്, ഈ പ്ലസ്സിൽ രണ്ട് മൈനസ് ഉണ്ട്. അപ്പൊ ഈ പ്ലസ് എന്തായി മാറും, മൈനസ് ആയി മാറും, കോസ് തീറ്റ ആയിട്ട് മാറും. ഓക്കെ, ഞാൻ ഈ രണ്ടിൽ നിന്നും ഇതിന്റെയും സിമ്പിൾസിൽ നിന്ന് ഒരു മൈനസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മൈനസ് പോയാൽ ഇനി സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്, രണ്ട് മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്. സോ രണ്ട് മൈനസിൽ നിന്ന് ഒരു മൈനസ് വെളിയിൽ പോയി, ഇനി അവിടെ എന്താ ഉള്ളൂ, ഒരു മൈനസ് കൂടെ ഉള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മൈനസ് കൊണ്ട് ഇതിനെല്ലാം ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ, മൈനസ് ഇൻറ്റു മൈനസ് കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, ഇനി അപ്പൊ ഈ വാല്യൂ ഈ ഒരു സെക്ഷൻ ഇൻറ്റു ഈ ഒരു സെക്ഷൻ, അപ്പൊ ഇതും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ മൊത്തത്തിൽ എന്താണ്, മൈനസ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. മൈനസ് ഇൻറ്റു സൈൻ തീറ്റ എന്തായി മാറും, മൈനസ് സൈൻ തീറ്റയായി മാറും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഈ മൈനസിനെ ഫ്രണ്ടിലായിട്ട് എഴുതാം, മൈനസ് സൈൻ തീറ്റ. ഇനി ഈ മൈനസ് ഇൻറ്റു പ്ലസ് എന്തായി മാറും, മൈനസ് ആയി മാറും. അപ്പൊ ഇവിടെ എന്ത് വരും, മൈനസ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്തു, ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ ദിസ് സെക്ഷൻ ഇൻറ്റു മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, ഇങ്ങനെ ആക്കി മാറ്റി. ഇപ്പോഴാണെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്ററും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആയി മാറി, ഇവിടുത്തെ ഡിനോമിനേറ്ററും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ആയി മാറി. പക്ഷെ ഈ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണോ, അല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്, പക്ഷെ ഇവിടെ സൈൻ തീറ്റ ഇല്ല. ഇവിടെ കോസ് തീറ്റ ഉണ്ട്, അപ്പുറത്ത് കോസ് തീറ്റ ഇല്ല. അതായത് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെയും സൈൻ തീറ്റ കൊണ്ടുവരണം, ഇപ്പുറത്തെ ഡിനോമിനേറ്ററിലും ഈ കോസ് തീറ്റ കൊണ്ടുവരണം. അതിന് എന്ത് ചെയ്താൽ മതി, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് എ ബൈ ബി മൈനസ് സി ബൈ ഡി എന്ന് ആണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഡി കൊണ്ട് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ബി കൊണ്ട് ഇതിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡി കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യുമ്പോൾ എ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ ബി ഇൻറ്റു ഡി മൈനസ് ഈ ബി ഇവിടുത്തെ ഡിനോമിനേറ്റർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബി കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ബി കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം, ബി ഇൻറ്റു ഡി. ഇപ്പൊ നോക്കൂ, ഡിനോമിനേറ്റർ ബി ഇൻറ്റു ഡി എന്ന് സെയിം ആയി. അതുപോലെ സൈൻ തീറ്റ കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യണം, ഈ കോസ് തീറ്റ കൊണ്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പൊ ഞാൻ ഈ സൈൻ തീറ്റ കൊണ്ട് ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ വരും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ഈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇതെന്താവും, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഞാൻ ഈ ഡിനോമിനേറ്റർ ആവുന്ന സൈൻ തീറ്റ കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ ഇൻറ്റു ചെയ്തതാണ് ഇതാ കിടക്കുന്നത്. ഇനി എന്താ ചെയ്യണം, മൈനസ്. ഇനി ഈ കോസ് തീറ്റ കൊണ്ട് ഇവിടെയും ഇൻറ്റു ചെയ്താലേ ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ വരത്തുള്ളൂ. അപ്പം ഈ കോസ് തീറ്റ കൊണ്ട് മുകളിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാം, കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇത് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു എന്താണ്, ഈ ഡിനോമിനേറ്റർ ആണ് കോസ് തീറ്റ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ ഇല്ല, അപ്പൊ ഈ കോസ് തീറ്റ കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്തതാണ് ഇത്. അതുപോലെ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ സൈൻ തീറ്റ ഇല്ല, അതുകൊണ്ട് സൈൻ തീറ്റ കൊണ്ട് മുകളിലും താഴെയും ഇൻറ്റു ചെയ്തതാണ് ഇത്. ഇപ്പോൾ എന്തായി മാറി, ഡിനോമിനേറ്റർ സെയിം ആയി മാറി അല്ലേ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ഇപ്പൊ സെയിം ആയി മാറി. ഇനി നമുക്ക് എന്താണ്, ഡിനോമിനേറ്റർ ഒരു വട്ടമായിട്ട് എഴുതാം. മുകളിൽ എന്ത് ചെയ്യാം, സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, അതായത് എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു എ എന്താവും, ഇപ്പൊ ഇവിടെ രണ്ട് എ ഉണ്ട്, കൂടെ ഒരു എ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആവും, എ ക്യൂബായി മാറും. ഓക്കെ, എ സ്ക്വയർ ഇൻറ്റു എ ആകുമ്പോൾ മൊത്തം 3 അപ്പൊ എ ക്യൂബ്. അതുപോലെ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താവും, സൈൻ ക്യൂബ് തീറ്റ ആയിട്ട് മാറും.
അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സൈൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് മൈനസ് ഇവിടെ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താവും? കോസ് ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ നമുക്ക് കോമൺ ആയിട്ട് ഒരു വട്ടം എഴുതാം അല്ലെ, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു വട്ടം എഴുതാം. എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഈ സൈൻ തീറ്റ ഫസ്റ്റ് എഴുതി, പിന്നെ ഈ കോസ് തീറ്റ എഴുതി, പിന്നെ ഈ ഒരു സെക്ഷൻ. അങ്ങനെ ഈ ഡിനോമിനേറ്ററിനെ രണ്ടുപേരെ, അതായത് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ വന്നിട്ട് കോസ് ക്യൂബ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഒരു വട്ടമായിട്ട് നമ്മൾ അതിന്റെ ഇവിടെ നോക്കൂ, ഇതൊരു ഫോമിലാണ് ഇരിക്കുന്നത് അല്ലെ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഇതിന്റെ ഈ ഇക്വേഷന്റെ ഫോർമുല എന്താണ്? ഇതിന്റെ ഫോർമുല എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെയും എ ക്യൂബിന്റെ സ്ഥാനത്ത് ആരാണ്? സൈൻ ക്യൂബ്. ബി ക്യൂബിന്റെ സ്ഥാനത്ത് കോസ് ക്യൂബ്. അപ്പൊ ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ ഞാൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു സെക്ഷനെ ഈ ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. അപ്പൊ ആദ്യം എന്ത് എഴുതണം? എ എന്ന് പറയുന്നത് ആരാണ്? സൈൻ തീറ്റയാണ്. ഇത് എ, ഇത് ബി. അപ്പൊ എയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? സൈൻ തീറ്റ. സൈൻ തീറ്റ പിന്നെ എന്തുണ്ട്? മൈനസ് ബി. ബി ആരാണ്? കോസ് തീറ്റ. പിന്നെന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെന്തുണ്ട്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എ സ്ക്വയർ. എയുടെ സ്ഥാനത്ത് ആരാണ്? സൈൻ തീറ്റ. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ. പിന്നെന്തുണ്ട്? പ്ലസ് ബി സ്ക്വയർ. ബിയുടെ സ്ഥാനത്ത് കോസ് തീറ്റ. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ. പിന്നെ പ്ലസ് പിന്നെ എന്താ? എ ഇൻറ്റു ബി. അപ്പൊ എ സൈൻ തീറ്റ, ബി കോസ് തീറ്റ. അപ്പൊ എ ഇൻറ്റു ബി എങ്ങനെ എഴുതും? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, അപ്പൊ സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഈ ഒരു ഫോർമുലയിൽ. ഇനി എന്തുണ്ട്? ഡിവൈഡ് ഉണ്ട്. ഡിവൈഡ് എന്തുണ്ട്? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഇനി ഇവിടെ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് ആരുണ്ട്? ഇവിടെ ഒരു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്, താഴെയും ഒരു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്. അപ്പൊ സെയിം ആയിട്ടുള്ളത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടുള്ളതിനെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഇതും ഇതും ക്യാൻസൽ ആവും. ഇനി എന്താണുള്ളത്? ഇത്രയും ഉണ്ട് അല്ലെ, ന്യൂമറേറ്ററിൽ ഇതുമുണ്ട്, ഡിനോമിനേറ്ററിൽ ഇതുമുണ്ട്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് കൊടുക്കാം? ഈ ഒരു സെക്ഷൻ എത്ര കൊടുക്കാം? 1 കൊടുക്കാം. ഓക്കെ, ഞാനിത് ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ്? ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ ആൻസർ എത്രയാണ്? 1. അപ്പൊ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കുന്നു? 1 ഇട്ട് കൊടുക്കുന്നു. പിന്നെ എന്തുണ്ട്? പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ ഇത് ക്യാൻസൽ ആയി. ഇനി ആരേ ഉള്ളൂ? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, ഇവിടെ നോക്കൂ, എ പ്ലസ് ബി ബൈ സി ഡി എന്നാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ എയുടെയും ഡിനോമിനേറ്റർ ആണിത്, ബിയുടെയും ഡിനോമിനേറ്റർ ആണിത്. അപ്പൊ ഇതിനെങ്ങനെ എക്സ്പാൻഡ് ചെയ്താം? എ ബൈ സി ഇൻറ്റു ഡി. എ ബൈ സി ഡി പ്ലസ് ബി ബൈ സി ഡി. ഓക്കെ, എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഡി എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എ ഡിവൈഡഡ് ബൈ സി ഡി എന്ന് എഴുതിയിട്ട് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഡി എന്ന് നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ആയിട്ട് എഴുതാം. അപ്പൊ ഇത് അതേ ഫോർമാറ്റ് ഇരിക്കുകയാണ്. 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ ആണെങ്കിൽ ഈ 1 ബൈ സൈൻ തീറ്റ കോസ് തീറ്റ 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈ ഒരു ഫോമിലേക്ക് മാറ്റി പ്ലസ് sin theta by sin theta into cos theta divided by sin theta into cos theta. ഓക്കെ, അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇതും പ്ലസ്
ഇത് ഡിവൈഡഡ് ബൈ ഇതെന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോൾ ഇസിക്കൽ ടു ഇതിനെ നമുക്ക് ഇനിയും സ്പ്ലിറ്റ്, അതായത് എ ബൈ ബി സി ആണ് ഇങ്ങനെ എഴുതിക്കൂടെ, എ ബൈ ബി ഇൻറ്റു എ ബൈ സി അല്ലെ, എ ബൈ ബി ഇൻറ്റു എ ബൈ സി എന്നിങ്ങനെ നമുക്ക് ഇതിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വെച്ചാൽ 1 ബൈ സൈൻ തീറ്റ ഇൻറ്റു 1 ബൈ കോസ് തീറ്റ, ഇതുപോലെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാൻ പോവുകയാണ്, 1 ബൈ സൈൻ തീറ്റ പിന്നെ എന്ത് ചെയ്താൽ ഇവർക്കിടയിൽ ഇൻറ്റു ആണ്, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്, ഇൻറ്റു ആയതുകൊണ്ട് ഇൻറ്റു 1 ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി എന്തുണ്ട്, പ്ലസ് ഉണ്ട്. ഇവിടെ നോക്കൂ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് അല്ലെ. എ ബൈ എ എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എത്രയാണ്, 1 ആണ് അല്ലെ. എ കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 1 ആണ്. അപ്പൊ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ഇതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്, 1 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് കൊസീക് തീറ്റ എന്നാണ്. 1 ബൈ സൈൻ തീറ്റ യുടെ ആൻസർ കൊസീക് തീറ്റ. 1 ബൈ കോസ് തീറ്റയുടെ ആൻസർ 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റയാണ്. അപ്പൊ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് കൊസീക് തീറ്റ, അപ്പൊ ഇവിടെ എഴുതാം കൊസീക് തീറ്റ ഇൻറ്റു 1 ബൈ കോസ് തീറ്റ. 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റ ആണ്. അപ്പൊ ഇൻറ്റു സീക്ക് തീറ്റ പ്ലസ് 1. ഓക്കെ, നമ്മുടെ എങ്ങനെയാണ് എഴുതിക്കുന്നത്, ഫസ്റ്റ് 1 ആണ് വരുന്നത്, പ്ലസ് സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. അതുകൊണ്ട് നമുക്കൊന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. ഈ 1നെ ഫസ്റ്റ് എഴുതാം, 1 പ്ലസ് പിന്നെന്താണ് സീക്ക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ. ഓക്കെ, അതേ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി, ഇസിക്കൽ ടു RHS. അപ്പൊ ഈ LHS നമ്മൾ ചെയ്തപ്പോൾ എന്തായി മാറി, ഈ RHS ആയിട്ട് മാറി. പ്രൂവ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്താണ്, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്നുള്ള ഫോർമുല പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. 1 ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസീക് തീറ്റ ആണ്. 1 ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് സീക് തീറ്റ ആണ്. പിന്നെ ഫ്രാക്ഷൻ തമ്മിലുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള ഏരിയസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.